അപ്പോൾ 100 കട്ട് തന്നെ ആയിക്കോളാം എന്ന്. അപ്പോൾ കണക്ക് കൂട്ടിയപ്പോൾ കൈ നിൽക്കത്തില്ല. കൈ നിന്നാലും പോയാലും ശരി, ഇത്രയും കാലം നമ്മൾ ചെയ്തില്ലേ, അപ്പോൾ 100 കട്ട് തന്നെ പണിയണം. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി 100 വീടുകൾ കൊടുക്കുമ്പോൾ ആ 100 വീട്ടിലേക്കുള്ള 100 കട്ടിൽ അദ്ദേഹം പണിഞ്ഞു കൊടുക്കുമെന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. വാർത്ത 24 നിൽക്കുന്നത് പത്തനാപുരം നെടുമ്പറമ്പിന് സമീപമാണ്. കഴിഞ്ഞ 30-ാം തീയതി നമ്മുടെ കേരളത്തിലെ മനസ്സാക്ഷിയൊക്കെ വളരെ വിഷമത്തിലാക്കിക്കൊണ്ട് ഒരു ദുരന്തം വയനാട് മുണ്ടക്കയിലുണ്ടായി. ഏകദേശം 1200ഓളം വീടുകളും അതോടൊപ്പം നിരവധിയായ സ്ഥാപനങ്ങളും ഒരു ഗ്രാമം തന്നെ ഒഴുകിപ്പോകുന്നൊരവസ്ഥയുണ്ടായി. ഈ ഗ്രാമത്തെ കൈപിടിച്ചുയർത്തുന്നതിനാവശ്യമായ എല്ലാവിധ സഹായങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നുമൊക്കെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധിയായ വ്യവസായികൾ, നന്മയുള്ളവർ നിരവധിയായ ഓഫറുകളാണ് ഈ നാടിനെ കരകയറ്റുന്നതിനാവശ്യമായ എല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അവസരത്തിലാണ് പത്തനാപുരത്തിൻ്റെ പ്രിയങ്കരനായ സാമൂഹ്യ പ്രവർത്തകനാണ്, ആരോഗ്യവകുപ്പിൽ നിന്നും റിട്ടയർ ചെയ്ത് ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ മനുഷ്യസ്നേഹിയാണ്, മൃഗസ്നേഹിയാണ്. അദ്ദേഹത്തെ എനിക്ക് മുമ്പേ അറിയാവുന്ന ഒരു വ്യക്തി തന്നെ. ആ വ്യക്തിയായ ശ്രീ അബ്ദുൽ അസീസിനെ പറ്റിയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വയനാടിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില കാര്യങ്ങളും ചില സംഭാവനകളൊക്കെ നൽകുകയുണ്ടായി. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കടന്നു വരുന്നത്. അപ്പം അസീസന നമസ്കാരം. നമസ്കാരം. അസീസനെ നമുക്ക് നേരത്തെ അറിയാം. അസീസന ഒരു മൃഗസ്നേഹിയാണ്, നിരവധിയായ ആളുകളെ സഹായിക്കുന്നുണ്ട്. ഈ വിശ്രമ ജീവിതം നയിക്കുന്ന സമയത്ത് നിരവധിയായ രോഗികളെയും അനാഥരെയൊക്കെ അന്ന് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ഇപ്പൊ ഈ ദുരിതം ഉണ്ടായപ്പം നമുക്ക് എല്ലാവർക്കും സങ്കടം, അതിഭയങ്കരമായ വേദനയോടുകൂടിയാണ് നമ്മളെല്ലാം കണ്ടത്. അപ്പം ആ ഒരു അവസരത്തിലാണ് ഒരു 100 കട്ടിൽ കൊടുക്കുന്ന ഒരു വാർത്ത ഞാൻ കാണാനിടയായി. അപ്പൊ എന്താണ് അസീസൻ എന്ന് പറയാനുള്ളത്? അതിപ്പം നമ്മുടെ സഹോദരങ്ങളെല്ലാമേ പിന്നെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സതീശൻ പറഞ്ഞ പോലെ ജാതി ഭേദ ഭേദമിനെ എല്ലാവരും സഹായിക്കുന്നു. അതുപോലെ അവർ നോക്കുന്ന എല്ലാം അവർ ഫുഡ് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും, ആഹാരം, വസ്ത്രം, ബാക്കി എല്ലാം. പക്ഷേ അത് കൊടുത്തു കഴിയുമ്പോൾ അത് തീരുക, അവർക്ക് പിന്നെ വെറുതെ യൂസില്ല. നമ്മുടെ ആദരണീയനായ നമ്മുടെ രാഹുൽ ഗാന്ധി 100 കട്ടിൽ കൊടുക്കുന്ന പത്രത്തേക്കുണ്ട്. 100 വീട്. വീട്. അപ്പോൾ എനിക്ക് തോന്നി 100 വീടിന് എന്ത് കൊടുക്കണം, ഇങ്ങനെ രാത്രി ഇത് ആലോചിച്ചു. അപ്പോൾ 100 കട്ട് തന്നെ ആയിക്കോളാം എന്ന്. അപ്പോൾ കണക്ക് കൂട്ടിയപ്പോൾ കൈ നിൽക്കത്തില്ല. കൈ നിന്നാലും പോയാലും ശരി, ഇത്രയും കാലം നമ്മൾ ചെയ്തില്ലേ, അപ്പോൾ 100 കട്ട് തന്നെ പണിയണം. അത് നല്ലതടിക്കുക, നല്ല വൃത്തിയായിട്ട് തന്നെ. അപ്പം പുള്ളി എല്ലാവരും പറഞ്ഞ് ട്യൂബ് വാങ്ങിച്ചിട്ട് ഇരുമ്പ് കമ്പി വാങ്ങിച്ച് വളച്ചാണെങ്കിൽ ഒത്തിരി ലാഭം ഉണ്ടാകുന്നു. അത് ഒരു 10 വർഷം 5-6 വർഷം മുമ്പം പൊടിഞ്ഞു പോകും. ഈ നമ്മളിവിടുന്ന് നല്ല തടി തേക്കോ ആയാലും ആൻറ്റിനെ വന്ന് അന്ന് എടുത്തിട്ട് ഭംഗിയായിട്ട് പണിഞ്ഞ് 100 കട്ടിൽ. തടിയൊക്കെ കിട്ടിയോ? തടി കിടപ്പുണ്ട് വീട്ടിൽ, മുറിക്കാൻ നിൽപ്പുണ്ട്, മുറിച്ചതും കിടപ്പുണ്ട്. ആ തടി എടുക്കുക, നമ്മുടെ ആ കുണ്ടേ നമ്മുടെ പണിക്കാരുണ്ട്, അപ്പോൾ നമ്മുടെ പയ്യന്മാരാ, അവർ ഇത്തിരി സഹായമായിട്ട് വൃത്തിയായിട്ട് ചെയ്തു തരും. അവരെ 100 കട്ട് പണിയിക്കുക. എത്ര പണി തുടങ്ങി? ഇപ്പം പണി 3 വരെയായി. ഇന്നലെ തുടങ്ങിയതേ. പണി അസംബിൾ ചെയ്തില്ല, ഇന്നലെ തുടക്കമായി. അപ്പോൾ 1.5 മാസം പണി എടുക്കും. മൊത്തത്തിൽ പണിയാണ്. മൊത്തം എടുക്കും. അപ്പോൾ ഇതിനകത്ത് തീരുന്ന 10-15 കട്ടിൽ നമ്മൾ വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ 150, വയനാട്ടിലേക്ക് പോകാൻ വേണ്ടി വേണ്ട 250-300 കിലോമീറ്റർ അല്ലേ. 300 കിലോമീറ്റർ 10-12,000 രൂപ 13,000 വണ്ടിക്കൂലി വേണം. അപ്പം നമുക്കാണെങ്കിൽ ഡീസൽ അടിച്ചാൽ മതി. എൻ്റെ വണ്ടിക്കകത്തെ ഒരു 20 കട്ടിൽ വീതം അല്ലെങ്കിൽ 25 കട്ടിൽ വീതം കൊണ്ടുപോകാം. നമ്മൾ ഓടിക്കാൻ നമ്മളെല്ലാം കൂടെ ഒരു ഉല്ലാസയാത്ര പോലെ രാവിലെ ഉപ്പ് അങ്ങ് വിട്ടാൽ മതി. വിട്ട് അവർ രാത്രി അങ്ങ് എത്തും. വീട് പണിയനുസരിച്ച് കട്ടിൽ കൊടുക്കും. അത് രാഹുൽജിയുടെ വീടിന് പ്രാധാന്യം. കാരണം നമ്മൾ ആ പ്രസ്ഥാനമായിട്ട് നിൽക്കുന്നുണ്ടേ, മറ്റവർക്കും പ്രശ്നമൊന്നുമല്ല. അപ്പൊ രാഹുൽജിയുടെ വീട് തീരുന്നതിനൊപ്പം ഈ കട്ടിലും കൊടുത്തിരിക്കും. അതിന് അപ്പം കൊടുക്കുമ്പോൾ നമ്മുടെ പത്തനാപുരത്തെല്ലാം നമുക്ക് കാണണം. നമ്മുടെ മാധ്യമപ്രവർത്തകരാണ്. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം. നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു സന്തോഷം തരുന്നത് നിങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം ചില നടക്കത്തുള്ളൂ. നിങ്ങൾ തന്നെ ഇന്നാലും ചെയ്തു. അപ്പോൾ നമുക്ക് പിന്നെ അങ്ങ് ആവേശമാണ്. ഇല്ല, ഒരുത്തരം ഒന്നടിക്കുമ്പോൾ 2 അടിക്കാൻ പോകുന്ന പോലെ. അപ്പം നിങ്ങളും നമുക്കെല്ലാം കൂടെ കഴിഞ്ഞിട്ട് അത് കട്ടിലെല്ലാം അവിടെ കൊണ്ട് സ്റ്റോക്ക് ചെയ്തിട്ട് ഈ 100 കട്ടുകൾ രാഹുൽജിയോ അല്ലെങ്കിൽ അദ്ദേഹം ഒക്കെ വരുന്ന സമയം നോക്കിയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്കാരെല്ലാം ചെയ്യണം. അതവിടെ ഓരോ വീട്ടിലും കൊടുത്തിട്ട് അതങ്ങ് സെറ്റാക്കുക. അത് കഴിഞ്ഞിട്ട് ആ പ്രദേശത്ത് ഇങ്ങനെ ഒരു കുറേ ആൾക്കാർ ദുരിതമല്ലേ. അപ്പോൾ അവർക്ക് ദുരിതമായി കഴിയുമ്പോൾ പിന്നെ അവർക്ക് നോക്കണം മറ്റ് അടുത്ത പരിപാടി എന്താണ്. മെഡിക്കൽ ക്യാമ്പ് ആണെങ്കിൽ മെഡിക്കൽ ക്യാമ്പ്, മെഡിസിൻ ആണെങ്കിൽ മെഡിസിൻ. എന്നിട്ട് അവർക്ക് വേണ്ട സേവനം നമ്മൾ മരിക്കുന്നവരെ അവരുടെ കൂടെ കൊടുക്കും. മക്കളെ എന്തോ പറയുന്നത്? മക്കളൊക്കെ ഇതിന്റെ മുൻപന്തിയില്ല. ഇപ്പൊ ഒരുത്തം വിളിച്ചു, എന്തായെന്ന് ചോദിച്ചു. അവൻ ചോദിച്ചു കൈ നിൽക്കുമോ? നമ്മൾ നിൽക്കോടാ മക്കളെ, നിങ്ങൾ ധൈര്യമായി നിൽക്കുന്നത്. അവരെല്ലാം ഇതാ. പിന്നെ നമ്മൾ ഇവിടെ ഞാൻ അബ്ദുൽ അസീസാണ്. ഞാൻ ഈ മാടെ പൊണ്ണ് കൊല്ലത്തില്ല. എൻ്റെ മോടെ 13 കല്യാണം പണങ്ങി. ഇവിടെ 10-100 50 ആടുണ്ടായിരുന്നു. ഞാൻ മരിക്കും വലിയ പെട്ടി കൂട്ടി നമ്മൾ അടക്കി അവിടെ ഒരു
ഇതുപോലെ ചെടിയൊക്കെ നട്ടിരിപ്പുണ്ട്. ഇനി അതിന്റെ ചുറ്റും കെട്ടിക്കൊണ്ടിരിക്കുക ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ വേണ്ടി. ആടുകളെ അവിടെ അടക്കിയിരിക്കുക. കൊന്നില്ല, കൊടുത്തില്ല. മക്കളുടെ കല്യാണം മുടങ്ങാൻ കാരണം ഈ പറയുന്ന ഞാൻ പറഞ്ഞു വെജിറ്റേറിയൻ ഫുഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഫുഡാണ്. അവര് പറഞ്ഞു 13 കല്യാണം 15 കല്യാണം മുടങ്ങി. ഞാൻ പറഞ്ഞു ഓമലുകാർ സദ്യയായിരുന്നു. ഞാൻ മുറി കാണുന്ന വെച്ചാലും കന്നാലി ചേർത്ത് വെക്കുക. പിന്നെ നമ്മുടെ അമ്പലമുണ്ട്, അമ്പലത്തെ കമ്മിറ്റി മെമ്പർ ഞാൻ. കോഴിയെ പോലും കൊന്നിട്ടില്ല. കോഴിയെ പട്ടി പൂച്ച ഒന്നേം കൊല്ലാൻ പാടില്ല. ഇത് പ്രാവ് 100 പ്രാവ് ഇവിടെ വന്ന് നിൽക്കുന്നത് രാവിലെ. പ്ലെയിൻ വരുമ്പോൾ ഇവിടെ വരും. ഞാൻ സഞ്ചിയിൽ അരി വാരിയിട്ട് അങ്ങോട്ട് കൊടുക്കും. അത് തിന്നും. അത് 6-5 ഒന്നാ എടുക്കാം. അത് ടക്കെന്ന് വരും, കഴിഞ്ഞിട്ട് അങ്ങ് പോകും. മഴയായാലും 6-5 ഉണ്ട്. എണ്ണം കിട്ടുന്നപ്പോൾ എണ്ണം കിട്ടുന്ന കുറേ കാശ് ഞങ്ങൾ രണ്ടും മാത്രം പോരെ ഇവിടെ. അല്പം ഭക്ഷണം മതിയല്ലോ. 4,500 കടയിൽ കൊടുക്കാൻ അവിടെ കൊടുത്തു. ബാക്കിയെല്ലാം കൂടെ 36,000 40 രൂപക്കകത്ത് 40 കിടക്കില്ലേ. ഇതങ്ങ് കൊടുക്കാൻ രസമുണ്ട്. പിന്നെ നമ്മളിവിടെ ഇതൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഇപ്പൊ സ്കൂളിൽ അച്ഛന്മാരൊക്കെ വിളിച്ചു അങ്ങോട്ട് ചെല്ലാനായിട്ട്. അവരൊക്കെ അവിടെ വരും, അവരൊക്കെ സഹായിക്കും. സാധാരണ ഒരു റിട്ടയർഡ് ലൈഫിലൊക്കെ ആളുകൾ വളരെ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. വേറെ ഒരു കാര്യങ്ങളൊന്നും നോക്കാതെ അവരുടെ കാര്യം നോക്കി മക്കളുടെ കാര്യം നോക്കി ജീവിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തനാണ് അസീസ് അണ്ണൻ. സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെടും, രാഷ്ട്രീയത്തിൽ ഇടപെടും. നല്ലൊരു കർഷകനാണ്. മികച്ച വിളവുകൾ അദ്ദേഹം കൊയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയൽവാസികളായ നിരവധി ആളുകൾക്ക് സഹായിയാണ്. അദ്ദേഹത്തിനോടൊപ്പം ഏത് രാത്രിയിലും പകലും വന്ന് ഒരു സഹായം ചോദിച്ചാൽ അസീസ് അണ്ണൻ 2 കൈ നീട്ടി അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുന്ന ഒരു നന്മയുള്ള മനുഷ്യനാണ്. അപ്പം ഇത്തരത്തിലുള്ള ഈ മനുഷ്യൻ ഈ വയനാട്ടിൽ ഇത്രയധികം ദുരിതം അനുഭവിക്കുമ്പോൾ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി 100 വീടുകൾ കൊടുക്കുമ്പോൾ ആ 100 വീട്ടിലേക്കുള്ള 100 കട്ടില് അദ്ദേഹം പണിഞ്ഞു കൊടുക്കുമെന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനം നൽകുവാൻ ആയുസ്സും ആരോഗ്യം ജഗദീശ്വരൻ നൽകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ മക്കൾക്കും എല്ലാവിധമായ നന്മ ഉണ്ടാവട്ടെ എന്ന് അദ്ദേഹം പറയുന്നത് എന്റെ പേരിലല്ല ഞാൻ കൊടുക്കുന്നത്, എന്റെ നാടിന്റെ പേരിലാണ് കൊടുക്കുന്നത്. അത് തന്നെ നമുക്ക് എല്ലാവരും അഭിമാനമാണ്. പത്തനാപുരത്തുകാരെ സംബന്ധിച്ചോളം പത്തനാപുരത്തിന്റെ അഭിമാനമായ അസീസ് അണ്ണന് എല്ലാവിധമായ നന്മകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് പത്തനാപുരത്ത് അസീസന്റെ വീട്ടിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.